പ്രിയമുള്ളവരെ, മണ്ഡകം ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബൈജു സദാനന്ദൻ. മണ്ഡകം ചാനലിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്ന ഇന്നത്തെ വിശിഷ്ട അതിഥി AR രതീശൻ മാഷാണ്. പ്രിയപ്പെട്ട രതീശൻ മാഷിന് മണ്ഡകം ചാനലിലേക്ക് സ്വാഗതം. മാഷെ, സ്വാഗതം. നരജന്മം പാകിയ മണ്ണകം മണ്ണകം വിത്തുമുളച്ച മണ്ണകം മണ്ണകം നരജന്മം പാകിയ മണ്ണകം. നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച നാടകകൃത്താണ് രതീശൻ മാഷ്. സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ട്. ഈ പ്രായത്തിനിടയ്ക്ക് എത്ര പുരസ്കാരങ്ങൾ ലഭിച്ചു എന്ന് മണ്ഡകം ചാനലിനോടൊന്ന് പറയാമോ? എനിക്ക് ആദ്യം കിട്ടിയത് പി ജാനി ഫൗണ്ടേഷൻ്റെ സമഗ്ര സംഭാവനക്കുള്ള പുരസ്കാരമാണ്. പി ജാനി ഫൗണ്ടേഷൻ തന്ന പുരസ്കാരം. അത് കേരളത്തിലെ പ്രശസ്ത നാടക കൃത്തുക്കൾ, അഭിനേതാക്കൾ തുടങ്ങിയ ഒരു പരമ്പരയുടെ ഒരു അവസാനമാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. അർജുന മാഷിനെ പോലെയുള്ള, KPC സുരാജിനെ പോലെയുള്ള, AT മുഹമ്മദിനെ പോലെയുള്ള ആളുകൾക്ക് കിട്ടിയത് തുടർച്ച എന്ന നിലയിൽ എനിക്ക് ആ അവാർഡ് കിട്ടിയെന്നുള്ളതാണ് എനിക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു പുരസ്കാര നിമിഷങ്ങൾ. അത് കഴിഞ്ഞിട്ട് എനിക്ക് നിരവധി പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. കേളിയുടെ ഇന്ദുകുമാറിൻ്റെ പേരിലുള്ള കേളി പുരസ്കാരം കിട്ടി. TG കാർത്തികേയൻ ചക്കരപ്പറമ്പിലെ AKG ലൈബ്രറിയുടെ ഒരു പുരസ്കാരം കിട്ടി. പിന്നെ അതുപോലെ 2016 കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം തന്നു. അതെല്ലാം എൻ്റെ നാടക ജീവിതത്തിന് ഒരു വലിയൊരു പിന്തുണയാണ് ഈ അവാർഡുകളെല്ലാം. ഒരു അവാർഡ് മോഹിച്ചല്ല, അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ മോഹിച്ചല്ല എൻ്റെ നാടക പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. ഇന്നും അങ്ങനെ തന്നെ ആയിരിക്കും. എങ്കിലും ഇത്തരം വലിയ അവാർഡുകൾക്കാൾ കൂടുതൽ എനിക്ക് ചെറിയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അത് രചനക്കും സംവിധാനത്തിനും ഒക്കെ ഉള്ള ഒരു പുരസ്കാരങ്ങളാണ്. അത് പല സംഘടനകൾ നടത്തിയ നാടക മത്സരങ്ങൾ കിട്ടിയ പുരസ്കാരങ്ങളാണ്. ഒപ്പം തന്നെ പല സംഘടനകൾ ആദരിച്ച അതൊരു പുരസ്കാരമാണ്. ആദരിക്കുന്നൊരു പുരസ്കാരം തന്നെയാണ്. ഒരു മെമൻറ്റോ തരലല്ല, ഒരു ഷാൾ അണിയിക്കലല്ല പുരസ്കാരത്തിൻ്റെ ഇത്. നമ്മളെ കണ്ടെത്തി നമ്മുടെ നാടക പ്രവർത്തനങ്ങൾക്ക് തരുന്ന ഒരു വലിയൊരു, നേരത്തെ പറഞ്ഞ വല്ല നമ്മളെ പ്രതിബദ്ധതയാണ്, നാടകത്തോട് പ്രതിബദ്ധതയുടെ ഒരു അംഗീകാരം കൂടിയാണ് ആ പുരസ്കാരം എന്നാണ് ഞാൻ എപ്പോഴും കാണുന്നത്. പുരസ്കാരങ്ങൾ അല്ല എൻ്റെ നാടക ജീവിതത്തിൽ നിലനിർത്തി പോരുന്നത്, എങ്കിലും അത് തരുന്ന ഒരു പിന്തുണ അത് വലിയ സംഭവം തന്നെയാണ്. പക്ഷേ പണ്ട് കാലത്ത് കുറേ സംഘാടകരുണ്ടായിരുന്നു, നാടക സംഘാടകരുണ്ടായിരുന്നു, ക്ലബ്ബുകളുണ്ടായിരുന്നു, വായനശാലകളിലെ പ്രവർത്തനം വളരെ സജീവമായിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് നാടക സമിതികൾ കുറഞ്ഞു വരുന്നുണ്ട്, നാടക സംഘാടകർ കുറഞ്ഞു വരുന്നുണ്ട്. ക്ലബ്ബുകൾ തന്നെ ഇപ്പോൾ ഈ എടപ്പള്ളി തന്നെ നിരവധി ക്ലബ്ബുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ തന്നെ ക്ലബ്ബുകൾ ഒന്നും സജീവമല്ല. അപ്പോൾ അന്ന് ആ ക്ലബ്ബുകളിലൊക്കെ വാർഷികത്തിന് ഒരു നാടകം കളിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് വരുന്നൊരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് അങ്ങനൊരു സമീപനമേ ഇല്ല. ഇപ്പോൾ നാടകം ഒരു ഗ്രാമപ്രദേശത്ത് അന്യം നിന്നും പോയി എന്നുള്ള ഇതാണ്. ഇപ്പോൾ ആകെ ഉള്ളത് മത്സര നാടകങ്ങൾ മാത്രമാണ്. ഈ മത്സര നാടകവേദിയല്ല ശരിക്കും പറഞ്ഞാൽ നാടകം പ്രോത്സാഹിപ്പിക്കേണ്ടത്. ശരിക്കും നാടകോത്സവങ്ങൾ നടത്തി നാടകക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടത്. പക്ഷേ ഇത് പറയുന്നതോടും എന്നല്ലാതെ ഒരു മത്സര നാടകങ്ങൾ മാത്രം ആയി നിന്ന് പോകുന്ന ഒരു കാലഘട്ടത്തെ നിൽക്കണം. അപ്പോൾ ഈ ഒരു കാലഘട്ടം, ഇപ്പോഴത്തെ കാലഘട്ടവും ആ പഴയ കാലഘട്ടവും തമ്മിലുള്ള ഒരു അന്തരമൊന്ന്. എൻ്റെ ചെറുപ്പകാലത്ത് CL ജോസിൻ്റെ നാടകങ്ങളൊക്കെ അവതരിപ്പിച്ചൊരു കാലഘട്ടം. CL ജോസ് മാത്രമല്ല, പിന്നെ പറവൂർ ജോർജേട്ടൻ്റെ നാടകങ്ങൾ, പിന്നെ മുഹമ്മദ് പുഴക്കര, ഇങ്ങനെയുള്ള നാടകങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ലൈബ്രറിയുടെ വാർഷികത്തിനോ ക്ലബിൻ്റെ വാർഷികത്തിനോ ഒക്കെ അവതരിപ്പിച്ചൊരു കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. മാത്രമല്ല, നാട്ടിൽ തന്നെ നാടകം എഴുതുന്ന ആളുകളുണ്ടായിരുന്നു അന്ന്. ഈ ക്ലബ്ബുകൾക്ക് വേണ്ടി നാടകം എഴുതും. ഇപ്പോൾ വട്ടേക്കുന്നത്ത് MK കരീം എന്ന് പറഞ്ഞ ആൾ, ഞാനന്ന് ഒരു നാടകവും എഴുതിയിട്ടില്ല. എന്നിട്ട് MK കരീം എഴുതിയ നാടകങ്ങൾ അഭിനയിച്ചെന്ന്. അന്ന് മഹാത്മാ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നൊക്കെ ഒരു ക്ലബ്ബ് ഉണ്ടാക്കിയാണ്. അതിന് വാർഷികം.
ആ വാർഷികം ഈ നേരത്തെ പറഞ്ഞ സംഘടനക്ക് ഒരു അത്ഭുതം തന്നെയുണ്ട്. അത് നടികൾ വിളിക്കാൻ പോവുക, നടികൾ വിളിക്കാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, നടികൾ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ ഒരു ഒരു ഒരുക്കം കൊടുക്കുന്നതൊക്കെ, അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് പിന്നെ ഈ മ്യൂസിക് എന്നൊക്കെ പറയണത് ലൈവായിട്ട് തന്നെയാണ്. പെട്ടി വായിക്കാൻ പോകുമ്പം വായിക്കേണ്ട ആളെ വിളിക്കാൻ പോകും, പെട്ടി ചുമന്നിട്ട് പോകുന്നുണ്ട് ഞാൻ അങ്ങനെ. അപ്പോൾ അങ്ങനെയുള്ള കഷ്ടപ്പെട്ട ഒരു നാടക അവതരണ പ്രവർത്തനങ്ങൾ തന്നെയാണ് അന്നത്തെ കാലഘട്ടത്തിൽ നടന്നത്. വായനശാലയുടെ വാർഷികം, പിന്നെ വായനശാലകൾ തന്നെ അന്ന് പ്രൊഫഷണൽ നാടകങ്ങൾ വിളിച്ചിട്ട് ഡോക്ടർ കാളിദാസ കാലത്തേക്ക് വിളിച്ചിട്ട് ധനശേഖരാർത്ഥം നാടകം കളിക്കുന്നുണ്ട് പൈസ പിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ ടിക്കറ്റ് വെക്കാനൊക്കെ ഇപ്പോൾ ഒരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ അന്ന് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിനയിക്കാനുള്ള അവസരം ധാരാളം ആളുകൾക്ക് തേടി വരുന്ന ഒരു സമയം. അപ്പോൾ അവർക്കും കൂടെ അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതാണ് ഈ അന്നത്തെ ഈ നാടക പ്രവർത്തകരുടെ. CL ജോസ് നാടകമൊക്കെ ഉണ്ട്. പിന്നെ തമാശ, അത് മാത്രം CL ജോസിൻ്റെ നാടകമൊക്കെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഭിനയിച്ച് പ്രധാന കഥാപാത്രം ചെയ്യുന്ന നടൻ കയ്യടി വാങ്ങിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആ നടൻ നാട്ടിലിറങ്ങി നടക്കുന്ന ഒരു ഇതുണ്ട്. ഒരു താരത്തെ പോലെ നടന്നു നോക്കിയാൽ ഞാൻ പോണേ ഇന്നലെ ജോസേട്ടൻ നടത്തി കളിച്ച ആൾ പോണേ കേട്ടോ ഇതൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കും. ചായ പിടിച്ചിട്ട് പോടാ എന്നൊക്കെ പറഞ്ഞിട്ടും ആ ഒരു വലിയൊരു കൾച്ചർ ഉണ്ടായിരുന്നു അന്നത്തെ ഒരു അമേച്ചർ നാടകം എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് ഇത് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് ഒരു പോലീസുകാരുടെ വേഷം അന്വേഷിച്ച് പോകണം. പോലീസുകാരുള്ള നാടകമാണെങ്കിൽ പോലീസുകാരുടെ വേഷം അന്വേഷിച്ച് പോകണം. രംഗത്ത് റേഡിയോ ഉണ്ടെങ്കിൽ റേഡിയോ അന്വേഷിച്ച് പോകണം. ഡോക്ടറാണെങ്കിൽ ഡോക്ടർ, സ്റ്റെസ്കോപ്പ്, അങ്ങനെ നഴ്സാണെങ്കിൽ നഴ്സിൻ്റെ വേഷങ്ങൾ അന്വേഷിച്ച് നടന്ന അവസാനം തേവരയിലൊക്കെ പോയി വാടക കൊടുക്കുന്ന സ്ഥലത്തൊക്കെ വാങ്ങിച്ചൊക്കെയാണ് നാടകം നമ്മളൊക്കെ അന്ന് അവതരിപ്പിച്ചതും. പക്ഷെ അതിൻ്റെ പ്രത്യേകത ഒരു ആത്മസംതൃപ്തിയാണത്. ഇന്നത്തെ പോലെയല്ല. ആ ഒരു നാടകം ഇപ്പോൾ എനിക്ക് കുസ്തി പഠിക്കേണ്ട, ഞാൻ അഭിനയിച്ച നാടകമാണ്. ടിപ്ടോപ്പ് അസിസിക്കേടാ മരിച്ചു പോയാൽ ആ നാടകമൊക്കെ അഭിനയിച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ ആ ഉത്സവ പറമ്പിൽ ചെല്ലുമ്പോൾ പിറ്റേ ദിവസം വേറെ പരിപാടിക്ക് ആൾക്കാർ നമ്മൾ കെട്ടിപ്പിടിച്ചാൽ രസമായിട്ടുണ്ട് രതീശ, അല്ലെങ്കിൽ അഭിനയിച്ച ആളുകൾ പറയും. ആ അഭിനന്ദനം ഒരു വലിയൊരു അഭിനന്ദനം കിട്ടിയൊരു കാലഘട്ടം അത് കുറ്റിയേറ്റ് പോയെന്നുള്ളത് ഒരു കാലം നൽകിയ ഒരു ഇത് തന്നെയാണ്. കാരണം എല്ലാ രീതികളും മാറി. നമ്മുടെ ആസ്വാദനത്തിൻ്റെ രീതികളൊക്കെ മാറി, നാടക അവതരണത്തിൻ്റെ രീതികൾ മാറി. പിന്നെ എങ്ങനെയാണ് നാടകം അവതരിപ്പിച്ചുകൊണ്ടുവന്ന ഒരു ബുദ്ധിമുട്ടുകൾ അതൊക്കെ തിരിച്ചറിഞ്ഞ ആളുകൾ അങ്ങോട്ട് വരാതെയായി. ഒരു നാടകം അവതരിപ്പിക്കുക എനിക്ക് ചിലപ്പോൾ അവിടെ പോകേണ്ടി വരും അത് എന്ന് അങ്ങനെ ഒരു വിചാരിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നാടകം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രശസ്തനായ ഒരു നാടക പ്രവർത്തകന് നാടകം വായിച്ച ശേഷം ഈ അഭിനയിക്കാൻ ആളെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ചിട്ടുണ്ട് നാടകം. അങ്ങനെ പല നാടകങ്ങളും മാറ്റിവെച്ചിട്ട് എനിക്ക് പലരും പറഞ്ഞു തരുന്നത്. അപ്പോൾ അങ്ങനെ ആയി നമുക്ക് നാടകം പഠിക്കാൻ പുതിയ തലമുറ ആരും വന്നു. പിന്നെ നടക്കുന്നത് സ്കൂൾ തലങ്ങളിലാണ്. സ്കൂളിൽ ഈ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ വരുന്ന ആ സമയത്തൊക്കെ സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു നമുക്ക് ഒരു നേരത്തെ ഉള്ള നാടക പ്രവർത്തനത്തിന് സമാന്തരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അങ്ങനെയുള്ള നാടകം പറമ്പിലേക്ക് വരുന്നു എന്നുള്ളതാണ്. നാടകം താഴോട്ട് ഇറങ്ങി വരുന്നു. പക്ഷെ താഴോട്ട് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം നാടകം എന്ന് പറയുന്ന വേദിയിൽ അവതരിപ്പിച്ച് പ്രേക്ഷകർ നേരിട്ട് കാണാനുള്ളത്, അല്ലാതെ ഒരു വലിയ വിസ്തൃതമായ ഒരു ആസ്വാദനം പറയുമ്പോൾ ആ നാടകത്തിന് ഏകാഗ്രത ഉണ്ടാവില്ല. പിന്നെ അത് വലിയ സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മളത് വലിയ ആഘോഷിച്ച് പറയാമെന്നല്ലാതെ നാടകം എപ്പോഴും പ്രേക്ഷകൻ കാണേണ്ടത് വേദിയിൽ തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നീട് മത്സരം ഇപ്പോൾ നമ്മൾ ചിലവർ സ്ഥിരമായിട്ട് മത്സരം നടത്തുന്ന സംഘടനകളുണ്ട്. സ്ഥിരം മത്സരം ഇപ്പോൾ എരമലൂർ ഭാഗത്തൊക്കെ സ്ഥിരം എല്ലാ കൊല്ലവും സ്ഥിരമായിട്ട് നാടക മത്സരം നടത്തുന്നുണ്ട്. പക്ഷേ ഈ മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അത് നമുക്ക് നമ്മൾ മത്സരിക്കാൻ പോകുന്നില്ലേ എന്നുള്ളൊരു ചോദ്യങ്ങളുണ്ട് വരും. തീർച്ചയായിട്ടും മത്സരം ഒരു ഇതല്ല. മത്സരിക്കാൻ പോകുമ്പോൾ തന്നെ നല്ല നാടകങ്ങൾക്ക് പ്രൈസ് കിട്ടാതെ വന്നിട്ടുണ്ട്. മത്സരം ഒരു നല്ല നാടകത്തെ വിലയിരുത്തുന്നതുമല്ല. സമ്മാനം കിട്ടുന്നവരെ 3 വിധികർത്താക്കൾ 5 വിധികർത്താക്കളുടെ താല്പര്യങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ നാടക വിചാരങ്ങളൊക്കെ വച്ച് കൂട്ടി യോജിച്ചുകൊണ്ടാണ് മാർക്കിട്ടുള്ളത്. അങ്ങനെയാണ് ഓരോ നാടകം ഒരു സമ്മാനം കിട്ടുന്നത്. സമ്മാനം കിട്ടാത്ത നാടകങ്ങളും ഉണ്ട്, അത് നല്ലതല്ല എന്ന് നമുക്ക് വിചാരിക്കാനും പാടില്ല. അപ്പം മത്സരം പിന്നീട് വന്ന അമേച്ചർ നാടകവേദിയുടെ ഈ
ഇത് ആ പഴയ പ്രഭാവമൊക്കെ നഷ്ടപ്പെട്ട് ഇന്നിപ്പോൾ അമേച്ചർ നാടകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതുപോലെ മത്സരവേദികളായിട്ട് മാറിയിട്ട് ബൈജു പറയണത് മാറിയിരിക്കുന്നു എന്നുള്ളത്. അവിടെയാണ് ഇപ്പോൾ നാടകപ്രവർത്തനം നടക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു നാടകം എടുത്തു കഴിഞ്ഞാൽ പ്രോപ്പർട്ടീസ് അന്വേഷിച്ച് കിടക്കണം, ആർട്ടിസ്റ്റിനെ കൊണ്ട് പെയിൻറ്റ് മേടിക്കുക, അത് പോകണം ഇത് പോകണം, ഡോക്ടറുടെ സ്റ്റെസ്കോപ്പ് അന്വേഷിച്ച് കിടക്കണം, നടിയുടെ വീട്ടിൽ പോകണം, നടിയെ കൊണ്ടുവരണം, നടിയെ രാത്രി കിടക്കാൻ സൗകര്യം ചെയ്ത് വെക്കണം. അങ്ങനെ ഒരുപാട് കഷ്ടതകൾ ഉണ്ട്. ആ കഷ്ടതകൾ ഇപ്പം ഇല്ല. മത്സര നാടകം എന്ന് പറയുമ്പോൾ ഒരു ചെറിയ നാടകം എടുക്കുന്നു, കുറേ ആൾക്കാരുടെ കൂട്ടായ്മയുടെ നാടകം അവതരിപ്പിച്ച് പോകുന്നുണ്ട്. ഇപ്പം ഇത് എന്നിരുന്നാലും ഇതെല്ലാം നാടകം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ മത്സരവും ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ വിമർശനത്തിൻ്റെ ഇതല്ല, നാടകത്തിൻ്റെ ചില ഘടകങ്ങൾ നാടകത്തെ നാശോന്മുഖമാക്കുന്നുണ്ട് ചില ഘടകങ്ങൾ. എന്നാൽ ചില ഘടകങ്ങൾ ഈ നാശോന്മുഖതയിൽ നിന്നും അതിജീവിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നാണ്. രതീഷ് മാഷിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. അപ്പോൾ മണ്ണകം ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സന്തോഷം. വിത്തുമുളച്ച മണ്ണകം